We are going to talk about matter in our surroundings. നമ്മുടെ ചുറ്റുപാടുള്ള പലതരത്തിലുള്ള മാറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് അത്യാവശ്യം സയൻസിനെ കുറിച്ചുള്ള ലോജിക്കും നമുക്കുള്ള നോളജും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. കുറേയധികം ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ കടന്നു പോകുന്നത്. മാറ്റർ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റർ ഉണ്ട്, അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എങ്ങനെയാണ്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. സോ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1.1. നമുക്ക് കുറച്ച് വാട്ടർ എടുക്കാം. ഒരു കണ്ടെയ്നറിൽ കുറച്ച് വാട്ടർ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട്, കോമൺ സോൾട്ട്, സോഡിയം ക്ലോറൈഡ്, NaCl എന്ന് പറയും. NaCl എന്ന് എഴുതും. സോഡിയം ക്ലോറൈഡ് എടുക്കാം. സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ എടുക്കാം. ഞാൻ ഇപ്പോൾ സോൾട്ട് വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പതിയെ പതിയെ ആഡ് ചെയ്യുക. ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ കിടക്കും. ഒന്ന് നന്നായി സ്റ്റെർ ചെയ്യുക. സ്റ്റെർ ചെയ്യുമ്പോൾ ഈ വാട്ടറിൻ്റെ ലെവല്, അതായത് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വാട്ടർ ലെവൽ നോക്കുക, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാട്ടർ ലെവൽ നോക്കുക. ലെവൽ റിമെയിൻ സെയിം. നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ സോൾട്ട് ആഡ് ചെയ്താലും ഷുഗർ ആഡ് ചെയ്താലും ഏത് സാധനം ആഡ് ചെയ്താലും ഈ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സോൾട്ട് ഈ വാട്ടറിൻ്റെ ഇടയിൽ വെക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്, അവിടെയാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ഈ ആഡ് ചെയ്ത ഷുഗറിലെ അല്ലെങ്കിൽ സോൾട്ടിലെ പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്. നമ്മൾ കാണുമ്പോൾ വലിയ കാര്യമായിട്ട് കാണാം, വലിയ വലിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വളരെ ചെറിയതാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള മാറ്ററിനെ കുറിച്ചുള്ള ആദ്യത്തെ ഇൻഫർമേഷൻ എന്താണ് മാറ്റർ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ, വളരെ ചെറിയ പാർട്ടിക്കിളാണ്. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ, മാറ്റർ ഈസ് സംതിങ് വിച്ച് റിക്വയർസ് സ്പേസ് ടു ഒക്കുപ്പൈ ആൻഡ് ഹാസ് സം മാസ്. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള ആരാണോ അവരെ വിളിക്കുന്ന പേരാണ് മാറ്റർ. ഈ മാറ്ററിലെ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പിലെല്ലാം കയറിയിരിക്കാൻ പറ്റുന്നത്. ലിക്വിഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ കയറിയിരിക്കാൻ പറ്റുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ്. വലിയ പാർട്ടിക്കിൾസ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തേനെ. ഇവിടെ ചെറിയ പാർട്ടിക്കിളാണ്, അവർക്ക് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റി, അതിൻ്റെ ഇടയിൽ കയറിയിരിക്കാൻ പറ്റി. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ വളരെ ചെറുതാണെന്ന്. നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് മനസ്സിലായ കാര്യമാണ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് എന്തായിരിക്കാം, സംതിങ് വിച്ച് റിക്വയർസ് സ്പേസ് ടു ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതും ഹാവ് സം ഡെഫിനിറ്റ് മാസ് ഉള്ളതുമായിട്ടുള്ള സാധനമാണ് മാറ്റർ. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ, വളരെ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അവയ്ക്ക് ഇവയുടെ ഇടയിൽ കയറിയിരിക്കാൻ പറ്റി. അതുകൊണ്ടാണ് വാട്ടറിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാത്തത്. ഓരോരോ ആക്ടിവിറ്റിയിൽ നിന്നും ഓരോരോ കൺസെപ്റ്റുകൾ നമുക്ക് കിട്ടും. എന്നിട്ട് അവസാനം എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തേത്, നമുക്ക് ഒരു ആക്ടിവിറ്റി നമ്പർ 2, ഒരു കണ്ടെയ്നർ എടുക്കുക. അതിൽ ഏകദേശം ഒരു 100 ml വാട്ടർ എടുക്കുക. അതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിന്റെ മോളിക്കുലർ ഫോർമുല KMnO4 എന്നാണ്. KMnO4 എന്നാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കളറായിട്ട് മാറും. ഏകദേശം വയലറ്റ് അല്ലെങ്കിൽ പിങ്ക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കളറിലേക്ക് ഇത് മാറും. KMnO4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പതിയെ അതിൻ്റെ അകത്തേക്ക് ഡിസോൾവ് ചെയ്യും. അതിങ്ങനെ പതിയെ സ്പ്രെഡ് ആകും. പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ആക്ടിവിറ്റിയിലെ ഡിഫ്യൂഷൻ നമുക്ക് എന്താ കാണാം. അപ്പോൾ ഇത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് പതിയെ ഒന്ന് ഇളക്കുക. ആദ്യം പതിയെ ഡിഫ്യൂസ് ആവും, അത് കഴിഞ്ഞ് നന്നായി ഇളക്കുക. എന്താ ഡിഫ്യൂഷൻ എന്ന് കാണാട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കുക. ആദ്യം എന്ത് ചെയ്യും, ഇതിനകത്ത് മുഴുവൻ ആ കളറായിട്ട് മാറും. ആ KMnO4 കളർ കയറി വരും. അതിൽ നിന്നൊരു 10 ml എടുക്കുക. 10 ml എടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ഒരു 100 ml കൺവേർട്ട് ചെയ്യുക. അതായത് 90 ml വാട്ടറും കൂടി ആഡ് ചെയ്യുക. 10 ml എടുക്കുക പ്ലസ് 90 ml വാട്ടറും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലെല്ലാം ഒരേപോലെ ഡിഫ്യൂസ് ചെയ്തിരിക്കുക, ഹോമോജീനിയസ് ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്നൊരു 10 ml നമ്മൾ എടുത്തു.
വീണ്ടും ഒരു 100 ml മാറ്റി, അതായത് 90 ml വാട്ടറും കൂടി ആഡ് ചെയ്തു. അപ്പോൾ വീണ്ടും 100 ml ആയി. പക്ഷേ നേരത്തെ അത്രയും ഇൻറ്റൻസിറ്റി ഇല്ല കളറിൻ്റെ ഇൻറ്റൻസിറ്റി റിലേറ്റീവ്ലി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു. പാർട്ടിക്കിൾസ് ഇല്ലാണ്ട് വന്നിട്ടില്ല, പക്ഷേ എണ്ണം കുറഞ്ഞു. അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പാർട്ടിക്കിൾ ഇല്ലാതാകുന്നില്ല, പാർട്ടിക്കിൾ വീണ്ടും അടുത്തേക്ക് പോകുമ്പോഴും എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, എല്ലായിടത്തും ഒരേപോലെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് മിക്സ് ചെയ്യുമ്പോഴും വീണ്ടും വരും. ഒരു സ്ഥലത്ത് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പറയാൻ പറ്റും, അതിൻ്റെ അകത്ത് വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കളറിന് കാരണമായ പാർട്ടിക്കിൾസ് അവിടെ ഇപ്പോഴും ഉണ്ട്. കളർ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. പിന്നീട് 10 ml 90 ml 10 ml 90 ml ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവസാനം കളർ കുറഞ്ഞു വരും എന്നല്ലാണ്ട് ഒരിക്കലും ഇല്ലാണ്ടായി മാറുന്നില്ല. വളരെ കഴിയുമ്പോഴാണ് അതില്ലാണ്ടായി മാറുള്ളൂ. അപ്പോഴും ചെറിയ ലൈറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടാവും. അപ്പോൾ KMnO4 കൺസിസ്റ്റ് ഓഫ് KMnO4 പോലും അതിലും എന്തുണ്ട്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. വളരെ വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. അവരെല്ലാം ഈ വാട്ടറിൻ്റെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകും. മറ്റൊരു ആക്ടിവിറ്റി ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. അതായത് നമ്മളിപ്പോൾ ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ അതേപോലത്തെ ഏതെങ്കിലുമുള്ള സ്മെല്ലുണ്ടാക്കുന്ന സാധനം, എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ പെർഫ്യൂം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം ഒരു മുറിയുടെ മൂലയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ, ചന്ദനത്തിരി ആണെങ്കിൽ കത്തിച്ച് വയ്ക്കുക, ഇൻസെൻസ് സ്റ്റിക്സ്, അല്ലെങ്കിൽ പെർഫ്യൂംസ് നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അത് പതിയെ ഒരു മൂലയ്ക്ക് തുറന്നു വെച്ചാൽ പോലും, ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും, നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഒരാൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്? സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് തനിയെ ആ സാധനം, അതിൻ്റെ സ്മെല്ലിന് കാരണമായ പാർട്ടിക്കിൾസ്, വളരെ വളരെ ചെറിയ പാർട്ടിക്കിൾസ് അവരെന്ത് ചെയ്യും? പതിയെ സ്പ്രെഡ് ചെയ്യും. ആ എയറിലേക്ക് പതിയെ ഗ്രാജുവലായിട്ട് സ്പ്രെഡ് ചെയ്യും. ആ സ്പ്രെഡ് ചെയ്യുന്ന പതിയെ നമ്മുടെ മൂക്കിലേക്ക് എത്തും. അപ്പോഴാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യുക? അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുക. ഒരു പെർഫ്യൂം എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ പെർഫ്യൂം യൂസ് ചെയ്ത ഒരാൾ അടുത്ത് വന്നാൽ, ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അതിൻ്റെ അകത്തെ പാർട്ടിക്കിൾസ്, ആ സ്മെല്ലിന് കാരണമായ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, നമുക്കത് കാണാനൊന്നും പറ്റില്ല, വളരെ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് പതിയെ ഗ്രാജുവലായിട്ട് സ്പ്രെഡ് ചെയ്യും, ചുറ്റുപാടിലേക്ക് പരക്കുക ഗ്രാജുവലായിട്ട്. സ്പോണ്ടേനിയസ് സ്പ്രെഡിങ്, നാച്ചുറൽ ആയിട്ടുള്ള സ്പ്രെഡിങ്. ആ സ്പ്രെഡിങ്ങിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. നാച്ചുറൽ സ്പ്രെഡിങ്. മിക്സിങ്, സ്പോണ്ടേനിയസ് മിക്സിങ് ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ഗ്യാസസിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും സ്മെല്ലിന് കാരണമായ ഏത് ഗ്യാസുള്ള സബ്സ്റ്റൻസ് ആണെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ സ്പ്രെഡ് ചെയ്യും, അവർ ചുറ്റുപാടിലേക്കും സ്പ്രെഡ് ആകും. സ്പോണ്ടേനിയസ് ആയിട്ട് മിക്സിങ് നടക്കും. ഗ്യാസസ് മിക്സ് ചെയ്യും. എയറിൽ ഗ്യാസസ് ഉണ്ട്. ആ എയറിലേക്ക് പതിയെ ഇത് ഗ്രാജുവലായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എയറിൻ്റെ കൂട്ടത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, നമ്മുടെ ഉള്ളിലേക്ക് കിടക്കും. അങ്ങനെ നമുക്കതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫീൽ ദാറ്റ് സ്മെൽ ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ. ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മിക്സിങ് ഓഫ് ഗ്യാസസ്, അതിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. തനിയെ ഗ്രാജുവലായിട്ട് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഗ്യാസസ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. അപ്പോൾ എന്തുകൊണ്ട്? അതിനും കാരണം ഇത് തന്നെയാണ്. വളരെ വളരെ ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ്. വലിയ പാർട്ടിക്കിൾസ് ആയിരുന്നെങ്കിൽ ഇരുന്നിടത്ത് തന്നെ ഇരുന്നേനെ. അവരുടെ പാർട്ടിക്കിളിൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അടുത്ത് കൊണ്ടുവന്ന് മണത്ത് നോക്കേണ്ടി വന്നേനെ. പക്ഷെ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വച്ചിരുന്നാൽ പോലും അത് പതിയെ ഗ്രാജുവലായിട്ട് എയറിലേക്ക് കിടക്കുന്നു. ആ പാർട്ടിക്കിൾസ് വളരെ വളരെ ആ സ്മെല്ലിന് കാരണമായ, ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ, ഏത് സ്മെല്ലും ആയിക്കോട്ടെ, ആ സ്മെല്ലിന് കാരണമായ സബ്സ്റ്റൻസ് പതിയെ ഗ്രാജുവലായിട്ട് വരുന്നു. ആ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഡിഫ്യൂഷൻ. അതിന് കാരണമായത്, ഡിഫ്യൂഷന് കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് വളരെ ചെറുതായതുകൊണ്ടാണ്. വലുതായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് തനിയെ പറക്കാൻ കഴിയുമായിരുന്നില്ല, ഫ്ലോ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഗ്യാസസിനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഫ്ലോ ചെയ്യാൻ കഴിയും. ഫ്ലൂയിഡ്സ് എല്ലാം, ഗ്യാസസും ലിക്വിഡ്സും ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലോ ചെയ്യാൻ കഴിയും, അവർക്ക് ഒഴുകാൻ കഴിയും. ലിക്വിഡ് ആകുമ്പോൾ ഒഴുകണത് നമുക്ക് കാണാൻ പറ്റും, ഗ്യാസ് ആകുമ്പോൾ ഒഴുകണത് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവയ്ക്ക് ഒഴുകാൻ കഴിയുന്നുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്നു. അതെല്ലാം അവരുടെ പാർട്ടിക്കിൾ വളരെ ചെറുതായത് കൊണ്ടാണ്.
അപ്പോൾ ഗ്യാസസിലുള്ള പാർട്ടിക്കിൾസും വളരെ ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ്സ് നമുക്ക് എടുത്തു നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടെയ്നർ എടുക്കുക, അതിൽ കുറച്ച് ലിക്വിഡ് എടുക്കുക, വാട്ടർ എടുക്കുക, അതിലേക്ക് ഒന്നുകിൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ ഇടുക. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളേർഡ്, ബ്ലൂ വിട്രിയോ എന്ന് പറയും, തുരിശ് എന്ന് മലയാളത്തിൽ പറയും. അതിൻ്റെ ക്രിസ്റ്റൽസ് ഇടുക, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ആയാലും മതി. ഞാനിപ്പോൾ തൽക്കാലം ബ്ലൂ ക്രിസ്റ്റൽസ് ഇടുന്ന പോലെ നമുക്ക് ചിന്തിച്ച് നോക്കാം. CuSO4 എന്നാണ് കോപ്പർ സൾഫേറ്റിന് പറയുക. അത് 5 വാട്ടർ മോളിക്യൂളിലും കൂടെ ചേർന്നിട്ടായിരിക്കുക. അതുകൊണ്ട് CuSO4 5H2 എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ ക്രിസ്റ്റൽസ് ഇതിൽ ഇടുകയാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് ഇളക്കൊന്നും വേണ്ട, വെറുതെ വെച്ചിരുന്നാൽ മതി. പതിയെ പതിയെ ഗ്രാജുവലായിട്ട് അത് പതിയെ ആ കളർ മുകളിലേക്ക് വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇടുന്ന വഴിക്ക് പതിയെ കളർ സ്പ്രെഡ് ചെയ്യും. അതിന് താഴെ ചെന്നിട്ട് വീണ്ടും പതിയെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ കളർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് ആ പ്രോസസ്സിന് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ആ സോളിഡ് വിത്ത് ലിക്വിഡ്. അതും എന്തിനാണ്? സ്പോണ്ടേനിയസ് ആയിട്ട് മിക്സ് ചെയ്യുക ചെയ്യണേ. നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മൾ ആ ലിക്വിഡിലേക്ക് ആ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇട്ട് കൊടുത്തപ്പോൾ അത് പതിയെ ഗ്രാജുവലായിട്ട് അത് സ്പ്രെഡ് ചെയ്തു. സ്പോണ്ടേനിയസ് മിക്സിംഗ് നടന്നു. സ്പോണ്ടേനിയസ് മിക്സിങ്ങിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. സ്പോണ്ടേനിയസ് മിക്സിംഗ്, തനിയെ മിക്സ് ആവുക ചെയ്യണേ. ആ മിക്സിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഗ്യാസസ്, ദറ്റ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ലിക്വിഡ്സ്, അത് സംഭവിക്കാം, ദറ്റ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ്സ്. സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് സോളിഡ്, അതും സംഭവിക്കാം. ഗ്യാസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ഡിഫ്യൂസ് ചെയ്യും. സോളിഡ് ലിക്വിഡിൽ ഇട്ട് വെച്ചാൽ അവർ ഡിഫ്യൂസ് ചെയ്യും. പക്ഷേ ഗ്യാസസിന്റെ ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലാണ്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് റിലേറ്റീവ്ലി കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. ലിക്വിഡിന് കുറച്ചുകൂടെ കുറവാണ്. സോളിഡിന്റെ ഡിഫ്യൂഷൻ, സോളിഡ് ലിക്വിഡിൽ ഇട്ട് വെച്ചാലാണ് ഡിഫ്യൂസ് ചെയ്യുക, അത് വളരെ കുറവാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ടെമ്പറേച്ചർ കൂട്ടിയാൽ, ഇവരൊന്ന് ചൂടാക്കി നോക്കിയാൽ എന്ത് സംഭവിക്കും? ഡിഫ്യൂഷൻ റേറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഡിഫ്യൂഷൻ നടക്കുന്ന സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവർക്ക് കൈനറ്റിക് എനർജി കൂടും, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടും, മൂവ് ചെയ്യും, കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടി നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പ്രെഡ് ചെയ്യുന്ന സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്, ഡിഫ്യൂഷൻ റേറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് ചൂടാക്കി നോക്കിയാൽ മതി. നേരത്തെ സ്പ്രെഡ് ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഹോട്ട് വാട്ടറിന് അതിൻ്റെ അകത്തെ മോളിക്യൂൾസിന് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, കാരണം കൈനറ്റിക് എനർജി കൂടുതലാണ്. അതേപോലെ തന്നെയാണോ ഗ്യാസസിന്റെ കാര്യത്തിലും ചൂടാക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ആ പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് ആക്ടിവിറ്റി 1.5 ക്രിസ്റ്റലൈസേഷൻ. നമുക്ക് നേരത്തെ എടുത്ത പോലെ നമുക്ക് കോപ്പർ സൾഫേറ്റ് തന്നെ എടുക്കാം. കോപ്പർ സൾഫേറ്റ് വാട്ടറിലെടുക്കുക, ഡിസോൾവ് ചെയ്യിക്കുക. ഒന്നുകൂടെ ചൂടാക്കി, നന്നായി ചൂടാക്കി കൂടുതൽ മാക്സിമം ക്വാണ്ടിറ്റി ഡിസോൾവ് ചെയ്തെടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കൂടുതൽ ഡിസോൾവ് ചെയ്യും. കൂടുതൽ ക്വാണ്ടിറ്റി ഡിസോൾവ് ചെയ്യും. ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് കൂടുതൽ ഡിസോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അങ്ങനെ പരമാവധി ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ഡിസോൾവ് ചെയ്യിപ്പിച്ച ശേഷം കുറച്ചു നേരം അനക്കാതെ തണുപ്പിക്കാൻ വയ്ക്കുക. ഗ്രാജുവലായിട്ട് തണുപ്പിക്കുക, കൂൾ ചെയ്യുക. കൂൾ ദ സൊല്യൂഷൻ. അപ്പോൾ മാക്സിമം ഡിസോൾവ് ചെയ്താൽ ആ സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ആ സൊല്യൂഷന് എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. മാക്സിമം ക്വാണ്ടിറ്റി ഡിസോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ടെമ്പറേച്ചർ കൂട്ടിയാൽ കൂടുതൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഡിസോൾവ് ചെയ്യിച്ചിട്ട് പതിയെ തണുപ്പിക്കാനായിട്ട് വയ്ക്കുക. ഗ്രാജുവലായിട്ട് കൂൾ ചെയ്യുക. കൂൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽസ് മുകളിലുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്റ്റൽസ് ഉണ്ടാകും. ആ ക്രിസ്റ്റൽസ് വീണ്ടും ആ സമയം ചെല്ലുന്തോറും കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ വലിപ്പം വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്രിസ്റ്റലൈസ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. When saturated solutions are allowed to cool, crystals of the substance, crystals of the solute, അതിലെ പാർട്ടിക്കിൾസ് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അഗ്രഗേറ്റ് ചെയ്യും, അവർ കൂടിച്ചേരും.
അവർ എന്നിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. സോളിഡ്സിന് ക്രിസ്റ്റലൈസേഷൻ പോസിബിൾ ആണ്. ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് വെള്ളം തണുപ്പിച്ച് നോക്കൂ, അവര് ഐസായിട്ട് മാറും, സോളിഡ് ആയിട്ട് മാറും. അവർക്കും ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. വാട്ടറിനും ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂള് ചെയ്താൽ ഏതൊരു സബ്സ്റ്റൻസും എന്ത് സംഭവിക്കും? അവരെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും, സോളിഡ്സ് ഫോം ചെയ്യും, സോളിഡ് ഫോർമേഷൻ നടക്കും, സോളിഡ് ആയിട്ട് മാറാൻ സാധിക്കും. കാരണം അവരുടെ മൂവ്മെന്റ് കുറയും, കൈനറ്റിക് എനർജി കുറയും. അതുകൊണ്ടാണ് അവര് ക്രിസ്റ്റൽസ് ആയിട്ട്, അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, മൂവ് ചെയ്യുന്നത് കുറയും. അവർ ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. അവരുടെ കൈനറ്റിക് എനർജി കുറയും, അവർക്ക് മൂവ്മെന്റ് കുറയും. സോളിഡ് ഫോമിൽ അവർക്ക് മൂവ്മെന്റ് കുറവാണ്. അവർ ക്രിസ്റ്റൽസ് ആയിട്ട് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ടു ഇറ്റ്സ് ക്രിസ്റ്റൽസ് ആർ കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. അടുത്താണ് ആക്ടിവിറ്റി 1.6, ഇന്റർമോളിക്കുലർ ബോണ്ടിങ് ഓർ അട്രാക്ഷൻ. അതായത് പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ സോളിഡിലാണെങ്കിൽ അവർ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട്, നമ്മളിപ്പോൾ കണ്ടു, ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. കൃത്യമായിട്ടുള്ള സ്പേസുകളിൽ അവരെ അടുക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അട്രാക്ഷൻ അഥവാ ബോണ്ടിങ് എന്ന് പറയും ആ വേർഡിന്. ലിക്വിഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അകന്നായിരിക്കും ഇരിക്കുക, കുറച്ചുകൂടെ അകന്നായിരിക്കും. ഇത് സോളിഡ്സിൽ അവർ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓരോന്നും മറ്റൊന്നിനെ അട്രാക്ട് ചെയ്ത് അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോളിഡ്. ലിക്വിഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അകന്നിട്ടായിരിക്കും ഇരിക്കുക. ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ഹൈ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, ഇതിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ വളരെ അടുത്തിട്ടായിരിക്കും ഇരിക്കുക. അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ, ലിക്വിഡ് എന്ന ഫേസിലേക്ക് വരുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരിക്കും. ലെസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് കുറച്ചുകൂടെ അകന്നിട്ടായിരിക്കും ഇരിക്കുക. ഗ്യാസിലേക്ക് വരുമ്പോൾ, when we move to gases, they are far apart. വളരെ അകലെയായിരിക്കും, വളരെ അകലെയായിരിക്കും. ലിക്വിഡ് പോലെയല്ല, അതിനേക്കാൾ അകലെയായിരിക്കും. കാരണം അവർ തമ്മിലുള്ള അട്രാക്ഷൻ വെരി വെരി ലെസ് ആണ്. വെരി ലെസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ലെസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അതാണ് ആക്ടിവിറ്റി 1.6 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സമയം. ആക്ടിവിറ്റി 1.7, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്? നമ്മൾ വളരെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോരോ സബ്സ്റ്റൻസും ഓരോ രീതിയിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാര്യമായ മാറ്റം ഉണ്ടാകില്ല. ലിക്വിഡിൽ അപ്ലൈ ചെയ്താൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഗ്യാസസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി മാറ്റം ഉണ്ടാകും. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസസിൻ്റെ വോളിയം കുറയും, ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് കുറയും. ലിക്വിഡ്സിലാണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്ര കാര്യമായ മാറ്റം ഉണ്ടാവില്ല. സോളിഡിൽ ഒട്ടും മാറ്റം ഉണ്ടാവില്ല. ഇൻകംപ്രസിബിൾ ആണ്. സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡ്സ് ആർ സ്ലൈറ്റ്ലി കംപ്രസിബിൾ, ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഗ്യാസസിൻ്റെ വോളിയം കുറയും. ലിക്വിഡ് ചെറിയതായിട്ടേ കുറയുള്ളൂ, സോളിഡ്സിന് വളരെ കുറച്ചേ കുറയുള്ളൂ. സോ അതാണ് ആക്ടിവിറ്റിയിൽ നമ്മൾ കാണുന്നത്. അടുത്തത് ആക്ടിവിറ്റി 1.8. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ വാട്ടർ എടുക്കുക, അതിൽ നമ്മൾ കൈ വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാട്ടറിലൂടെ നടുവിലൂടെ നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ സാധിക്കുക? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ സാധിക്കുക? അവരാദ്യം ഒന്ന് നമ്മൾ കൈ കൊണ്ടുപോകുമ്പോൾ അത് അകന്ന് മാറും, സ്പ്രെഡ് ആകും. വീണ്ടും നമ്മൾ കൈ മാറ്റി കഴിയുമ്പോൾ വീണ്ടും അടുത്ത് ചേരും. കാരണം അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായത് കൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് അകന്നു പോകും. വീണ്ടും നമ്മുടെ കൈ മാറിക്കഴിയുമ്പോൾ, വിരൽ മാറിക്കഴിയുമ്പോൾ വീണ്ടും അടുത്ത് വരും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് എന്ത് ചെയ്തു? അകന്ന് മാറി. പക്ഷേ അതേപോലെ സോളിഡിലൂടെ നമ്മൾ കൈ ഓടിച്ചു കഴിഞ്ഞാൽ അവർ അകന്ന് മാറോ? ഇല്ല. കാരണം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതിനെ കത്തി വെച്ച് കട്ട് ചെയ്യണം.
കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അകത്തി മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ലിക്വിഡ്സിന് അങ്ങനെയല്ല. ഗ്യാസസിൽ എയറിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അകന്ന് മാറും. നമ്മൾ കൈ മാറ്റി കഴിയുമ്പോൾ വീണ്ടും ഗ്യാസസ് അടുത്ത് വരും. അത് നമുക്ക് കാണാൻ പറ്റില്ല. സോളിഡ്സിനെ നമ്മൾ കൈ മാറ്റി കഴിഞ്ഞാൽ, കൈ വിരലുകൊണ്ട് നീക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ കട്ടായി പോണില്ല, അകന്ന് മാറുന്നില്ല. ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കൈ വിരൽ വിട്ട് കഴിഞ്ഞാൽ അകന്ന് പോകും. വിരൽ കൊണ്ട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സ്പ്രെഡ് ആകും. വീണ്ടും അവരടുത്ത് വരും. ഒരു പാത്രത്തിലാണ് വച്ചേക്കണമെങ്കിൽ അടുത്ത് വരും. ചുമ്മാ നിലത്ത് വച്ചേക്കാണെങ്കിൽ കൈ മാറ്റിക്കഴിഞ്ഞാൽ, കൈ ഓടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ സ്പ്രെഡ് ചെയ്ത് പോകും. വീണ്ടും അടുത്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം അവർ നമ്മളെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റീവ്ലി കുറവായതുകൊണ്ടാണ് അവരെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിച്ചത്. വിരൽ കൊണ്ടുപോലും ഗ്യാസസിനെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ നമ്മളൊരു വിരൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പതിയെ സ്പ്രെഡ് ആകും. വീണ്ടും അടുത്ത് വരും. അവർ നമ്മളെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അടുത്ത് വരുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായത് കൊണ്ടാണ് വിരൽ കൊണ്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ആക്ടിവിറ്റി 1.9 ഷേപ്പ് ആൻഡ് വോളിയം. ഷേപ്പിനെയും വോളിയത്തെയും കുറിച്ചിട്ടാണ് പറയുന്നത്. ഓരോരോ പാർട്ടിക്കിൾസിനും സോളിഡ്സിന് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. നമ്മളൊരു കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ, ഏത് കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിലും സോളിഡ്സിൻ്റെതായ ഷേപ്പ് ഉണ്ടാകും. ആ ഷേപ്പിന് മാറ്റം ഉണ്ടാകില്ല. പക്ഷേ ലിക്വിഡ്സ് ആണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഷേപ്പിലായിരിക്കും, ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. ഗ്യാസസ് ആണെങ്കിലും അങ്ങനെ തന്നെ. സോളിഡ്സിനാണെങ്കിൽ ഡെഫിനറ്റ് വോളിയം ഉണ്ടാകും, ലിക്വിഡ്സിനാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടാകും. വോളിയം മാറാനൊന്നും പാടില്ല. പക്ഷേ ഗ്യാസസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഇല്ല, മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ സാധനം എടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഷേപ്പ് മാറും. സോളിഡ്സിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, എന്നാൽ പോലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഷേപ്പ് മാറും. പക്ഷേ നമ്മൾ ഫോഴ്സ് മാറ്റുകയാണെങ്കിൽ, ഫോഴ്സ് റിലീവ് ചെയ്യുകയാണെങ്കിൽ, ഫോഴ്സ് മാറ്റുകയാണെങ്കിൽ, ഫോഴ്സ് ഒഴിവാക്കുകയാണെങ്കിൽ അത് വീണ്ടും പഴയ ഷേപ്പിലേക്ക് വരും. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തിന് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇലാസ്റ്റിക് ആണ്, കംപ്രസിബിൾ ആണ് കുറച്ചെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവരുടെ ഷേപ്പ് മാറുന്നത്. ഇതിൻ്റെ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റീവ്ലി കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് കൊടുക്കുമ്പോൾ അവർ ഷേപ്പ് മാറുന്നത്. പക്ഷേ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. അവരുടെ ഷേപ്പ് ഡെഫിനിറ്റ് തന്നെയാണ്. ഇനി പഞ്ചസാര, ഷുഗർ പോലുള്ള ക്രിസ്റ്റൽസ് നമ്മളൊരു പാത്രത്തിൽ വെച്ചാൽ ആ പാത്രത്തിൻ്റെ ഷേപ്പ് പോലെ നമുക്ക് തോന്നും. അല്ല, ശരിക്കും അവരുടെ ക്രിസ്റ്റൽസിന് ഓരോരോ ഇൻഡിവിജ്വൽ ഷേപ്പ് ഉണ്ട്. അത് മാറുന്നില്ല. അവർ വളരെ ചെറുതായതുകൊണ്ട് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അവരുടെ ഷേപ്പിന് മാറ്റമില്ല. ഉപ്പാണെങ്കിലും സോൾട്ട് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും അവരെ ക്രിസ്റ്റൽസ് ഉള്ളത് കൊണ്ട്, ക്രിസ്റ്റൽസ് നമ്മൾ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയതുകൊണ്ട് അടുക്കി വെക്കുമ്പോൾ അവരുടെ ഷേപ്പ് നമുക്ക് തോന്നും കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ്. ഒരിക്കലും അല്ല. അവരുടെ ഷേപ്പ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷേപ്പിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ചെറിയ ചെറിയ സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മൾ അടുക്കി വയ്ക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിൻ്റെ ഷേപ്പ് പോലെ, കണ്ടെയ്നറിൻ്റെ ഷേപ്പ് പോലെ നമ്മൾ വിചാരിക്കുന്നതാണ്, അസ്യൂം ചെയ്യുന്നതാണ്. അവരുടെ ഇൻഡിവിജ്വൽ ഷേപ്സ് ഒരിക്കലും മാറ്റമില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കണ്ടത്. അടുത്തത് ഇറ്റ് ഈസ് ലിക്വിഡ്സും ഗ്യാസസിനും ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കും. ലിക്വിഡ്സിനും ഗ്യാസസിനും. അപ്പോൾ നമ്മൾ നിലത്തേക്ക് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ഒഴിക്കൂ, അത് പതിയെ സ്പ്രെഡ് ചെയ്യും. ബിക്കോസ് ദേ ക്യാൻ ഫ്ലോ. ലിക്വിഡ് നിലത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയും, അവർക്ക് ഫ്ലോ ചെയ്യാൻ കഴിയും. ഫ്ലൂയിഡ്സ് ആണ്. ദേ ക്യാൻ ഫ്ലോ ബിക്കോസ് ദേ ആർ ഫ്ലൂയിഡ്സ്. അവർ ഫ്ലൂയിഡ്സ് ആണ്, അവർക്ക് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ ക്യാൻ ഫ്ലോ, ദേ ആർ ഗുഡ് ഫ്ലൂയിഡ്സ്. അവർ ഫ്ലൂയിഡ്സ് ആണ്, അവർക്ക് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിയുക. ഗ്യാസസിനും അതേപോലെയാണ്. ഗ്യാസസിനും ഫ്ലോ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഗ്യാസസ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു, ഫ്ലോ ചെയ്യാൻ കഴിയുന്നുണ്ട്. ദേ ക്യാൻ ഫ്ലോ. അതാണ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാറ്റ് ഉണ്ടാകുന്നത്. ഗ്യാസസ് ക്യാൻ ഫ്ലോ. ഗ്യാസസിന് ഫ്ലോ ചെയ്യാൻ കഴിയും. കാറ്റുണ്ടാകുന്നത് ഫ്ലോ ചെയ്യാൻ കഴിയുന്നുണ്ടാ, അല്ലെങ്കിൽ അവർക്ക് കാറ്റുണ്ടാക്കാനായിട്ട് കഴിയില്ല എയറിന്. അടുത്തത് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസസിന് ആണെങ്കിൽ എന്തായിരിക്കാം? ഗ്യാസസിനെ ഒരു എന്ത് ചെയ്യുക? ഒരു സിറിഞ്ചിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അവരെന്ത് ചെയ്യും? അവരുടെ വോളിയം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ലിക്വിഡിനെ നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുക, അവരുടെ വോളിയം കാര്യമായി കുറയില്ല. സോളിഡിനാണെങ്കിൽ ഒട്ടും തന്നെ കുറയില്ല. അപ്പോൾ ഗ്യാസസിനെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അത് നന്നായി അടച്ചു വെച്ച ശേഷം ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വോളിയം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി എന്ന് പറയും.
അതേപോലെ ലിക്വിഡിനെ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ വോളിയം കാര്യമായി കുറയുന്നില്ല. സോ ദേ ആർ ലെസ് കംപ്രസിബിൾ കമ്പയർ ടു ഗ്യാസസ്. സോളിഡിനെ വെച്ചിട്ട് ഫോഴ്സ് എന്തോരം അപ്ലൈ ചെയ്താലും അവരുടെ വോളിയം കുറയുന്നില്ല, ബിക്കോസ് ദേ ആർ ഇൻകംപ്രസിബിൾ. നമ്മൾ ഇത്രയൊക്കെ കണ്ട ആക്ടിവിറ്റി ഇത് എന്തൊക്കെ തിയറിയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇത്രയും കുറേയധികം ആക്ടിവിറ്റി കണ്ടു. അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് ആക്ടിവിറ്റി കൊണ്ട് പഠിച്ചത്? കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് മനസ്സിലായി എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം പറഞ്ഞത് ഇത് നമുക്ക് മനസ്സിലായ തിയറി എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കൺക്ലൂഷൻസ് ഫ്രം ദീസ് ആക്ടിവിറ്റീസ്? നമുക്ക് ആദ്യം നോക്കാം. എന്തായിരിക്കാം? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എന്താണ് മാറ്റർ എന്ന് നോക്കാം. Matter is something requires space to occupy and has some definite mass. വ്യക്തമായ മാസ് ഉള്ളതും ഡെഫിനറ്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ളതായിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത് പേര് വിളിക്കുക? മാറ്റർ. Matter means anything which requires space to occupy and has some definite mass. വ്യക്തമായ മാസ് ഉള്ളതും ഒക്കുപ്പൈ ആൻഡ് സ്പേസ് ആവശ്യമായിട്ടുള്ളത് ആരൊക്കെയാണോ അവരെ വിളിക്കുന്ന പേരാണ് മാറ്റർ. മാറ്റർ അല്ലാതെ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് എനർജിയാണ്. അവർക്ക് ഒക്കുപ്പൈ ആൻഡ് സ്പേസ് വേണമെന്നില്ല, അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ലൈറ്റ്, സൗണ്ട്, ഹീറ്റ് ഇതെല്ലാം ഫോംസ് ഓഫ് എനർജിയാണ്. റേഡിയേഷൻസ് അവരെല്ലാം റേഡിയേഷൻസ് ആണ്, അവരെല്ലാം എനർജീസ് ആണ്. നമ്മുടെ ചുറ്റുപാടും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് മാറ്റർ, രണ്ട് എനർജി. നമുക്ക് ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ ഒക്കുപ്പൈ ആൻഡ് സ്പേസ് ആവശ്യമുള്ളതെല്ലാം എന്താണ്? മാറ്റർ ആണ്. ഹാസ് സം ഡെഫിനിറ്റ് മാസ് ഉള്ളതും ഒക്കുപ്പൈ ആൻഡ് സ്പേസ് ആവശ്യമായിട്ടുള്ളതെല്ലാം എല്ലാം മാറ്റർ ആണ്. അല്ലാത്തതെല്ലാം എനർജിയാണ്. എനർജി ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്ക് എനർജി പറയാൻ പറ്റുക? ലൈറ്റ്, ഹീറ്റ്, സൗണ്ട്, ഇവരെല്ലാം ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് ഇവരെല്ലാം സം ഫോംസ് ഓഫ് എനർജിയാണ്. ദേ ആർ നോട്ട് മാറ്റർ. അപ്പോൾ മാറ്റർ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ പെൻസിൽ, പെൻ, ഫാൻ, ട്യൂബ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ദെൻ നമ്മൾ ഈ കാണുന്ന ബോർഡ്, ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും, അറിയാൻ കഴിയും, അവർക്ക് മാസ് ഉണ്ടാകും, സ്പേസ് വേണം ഒക്കുപ്പൈ ചെയ്യാൻ. എയർ ഈസ് എ മാറ്റർ. എയറിന് സ്പേസ് വേണം. കാരണം പണ്ട് ചെറിയ ക്ലാസ്സിൽ ബലൂണിൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? 2 ബലൂൺ കെട്ടിത്തൂക്കുക. ഒരു വുഡൻ പീസിൽ, ഒരു മരക്കൊമ്പിൽ 2 ബലൂൺ കെട്ടിത്തൂക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ബലൂൺ കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ മറ്റേ സൈഡിൽ താഴ്ന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം അതിൻ്റെ എയർ പോയതുകൊണ്ടാണ്. എയറിന് മാസ് ഉള്ളതുകൊണ്ടാണ് ഒരു സൈഡിൽ താഴ്ന്നു വന്നത്. ബാലൻസ് ചെയ്ത് വെച്ച സാധനത്തിൽ ഒരു ബലൂണിനെ കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് താഴ്ന്നതായിട്ട് കാണാൻ സാധിക്കും. അവർക്ക് മാസ് ഉള്ളതുകൊണ്ടാണ്, ഡെഫിനറ്റ് മാസ് ഉള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് മാറ്റർ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി. എന്താണ് എനർജി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് അവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇതല്ലാതെ പ്ലാസ്മ എന്ന് പറയുന്ന, അതായത് സണ്ണിൽ ഒക്കെ കാണുന്ന, അതായത് സ്റ്റാർസിലെല്ലാം കാണുന്ന ഹൈലി അയണൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ് ഉണ്ട്, പ്ലാസ്മ. 4th സ്റ്റേറ്റ് ആണ്. അതല്ലാതെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്നിങ്ങനെ പല സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ചുറ്റുപാടും കാണുന്ന മേജർ ആയിട്ടുള്ള 3 ഫോംസ് ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ആണ്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. ഈ 3 ഫോംസ് ആണ് മേജർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്ന 4th സ്റ്റേറ്റ്. പിന്നീടുള്ളതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് പോലുള്ള മറ്റ് അനവധി ഫോംസും ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഓരോരോ സ്റ്റേറ്റുകൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് നമുക്കിവരെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അവർക്ക് എല്ലാവർക്കും ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. സോളിഡിനാണെങ്കിലും ലിക്വിഡിനാണെങ്കിലും ഗ്യാസസിനാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്, വ്യക്തമായ മാസ് ഉണ്ട് സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും. വാട്ട് അബൌട്ട് ദെയർ വോളിയം? സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്,
ലിക്വിഡ്സിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്, ഗ്യാസസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഇല്ല. കാരണം നമ്മൾ ഒരു ചെറിയ കണ്ടെയ്നറിൽ വെച്ചാൽ ആ വോളിയം, അതേ ഗ്യാസ് തന്നെ വലിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ വോളിയം. ഗ്യാസസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഇല്ല. വാട്ട് അബൌട്ട് ദെയർ ഷേപ്പ്? സോളിഡ്സിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ലിക്വിഡിന് ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ ആണ്, ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ ആണ്. ഗ്യാസസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല, അത് കണ്ടെയ്നറിന് തന്നെയാണ് ഇരിക്കുക, അതിൻ്റെ വോളിയം അങ്ങനെ തന്നെയാണ്. സോ വി കനോട്ട് ടോക്ക് മച്ച് അബൌട്ട് ദ ഷേപ്പ്. ഗ്യാസസിന് ഷേപ്പിനെ കുറിച്ച് ചിന്തിക്കാനേ ഇല്ല. വാട്ട് അബൌട്ട് ദെയർ കപ്പാസിറ്റി ടു ഡിഫ്യൂസ്? ഡിഫ്യൂഷൻ, സോളിഡ് ലോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ്, ലോ സ്പീഡ് ഓഫ് ഡിഫ്യൂഷൻ. ലിക്വിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ സ്പീഡ് ഓഫ് ഇറ്റ് വിൽ ബി ലിറ്റിൽ ബെറ്റർ. ബട്ട് ഗ്യാസസിന് ഹൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഗ്യാസസിന് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, ഗ്യാസസിന് കുറച്ചുകൂടെ നന്നായി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് അബൌട്ട് ദെയർ കൈനറ്റിക് എനർജി? സോളിഡ്സിന് കൈനറ്റിക് എനർജി വളരെ കുറവാണ്. കാരണം സോളിഡ് ഫിക്സഡ് ആയിട്ട് ഓരോരോ പൊസിഷൻസിൽ ഇരിക്കുകയാണ് ചെയ്തേക്കുന്നത്. അവർക്ക് അങ്ങ് മൂവ് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടോ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. ദേ കനോട്ട് മൂവ് ദാറ്റ് മച്ച്. അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, വളരെ കുറച്ച് മാത്രമേ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദേ കനോട്ട് മൂവ് ഈസിലി ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ ഫിക്സഡ് ഇൻ ഇറ്റ്സ് ഓൺ പൊസിഷൻ. അവരുടെ പൊസിഷൻസിൽ ഫിക്സഡ് ആക്കി വെച്ചേക്കാണ്. ദേ കനോട്ട് മൂവ് ലൈക്ക് ദാറ്റ്. അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഫാക്ട്. ദെൻ ലിക്വിഡ്സിന് ഇൻ ബിറ്റ്വീൻ ആണ് സോളിഡിനെയും ഗ്യാസിനെയും കമ്പയർ ചെയ്യുമ്പോൾ. കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ് വെരി ഹൈ ആണ്, അവർക്ക് വളരെ നന്നായി മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ ഫ്രീ, ദേ ആർ നോട്ട് സോ ക്ലോസ്, ദേ ക്യാൻ മൂവ് ഈസിലി. പാർട്ടിക്കിൾസ് വളരെ വളരെ അകലെയാണ്. ഗ്യാസസിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ അവർ വളരെ വളരെ അകലെ ആയതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ദേ ക്യാൻ മൂവ് ഈസിലി, അവർക്ക് നന്നായി മൂവ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് അബൌട്ട് ദെയർ ഇന്റർ മോളിക്യുലാർ അല്ലെങ്കിൽ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ്? സോളിഡ്സിലെ പാർട്ടിക്കിൾസ് വളരെ വളരെ ക്ലോസ് ആണ്. സ്പേസിങ് ഈസ് വെരി ലോ, വളരെ ചെറിയ സ്പേസിങ് ഉള്ളത്. ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അകലെയാണ്, ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസസ്. പക്ഷേ ഗ്യാസസിലേക്ക് വരുമ്പോൾ ഇന്റർമോളിക്കുലർ സ്പേസിങ് ഈസ് വെരി ഹൈ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസിങ് വളരെ കൂടുതലാണ്. വാട്ട് അബൌട്ട് ദെയർ ഇന്റർ പാർട്ടിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്? ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. ഇവിടെ പാർട്ടിക്കിൾസ് വളരെ ക്ലോസർ ആണ്, therefore ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ഹൈ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ഹൈ. ലിക്വിഡ്സിന്റെ കേസിൽ വരുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്. ഇറ്റ് വിൽ ബി കമ്പയർ ടു സോളിഡ് ഇറ്റ് ഈസ് ലിറ്റിൽ ലെസ്, ബട്ട് കമ്പയർ ടു ഗ്യാസസ് ലിറ്റിൽ മോർ. സോ ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസസ് ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ ലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഹൈ സ്പേസിംഗ് ആണ്, ഹൈ സ്പേസിംഗ്. അപ്പോൾ സോളിഡും ലിക്വിഡും ഗ്യാസസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് മാസ് ഉണ്ട്, ഡെഫിനറ്റ് വോളിയം, ഡെഫിനറ്റ് ഷേപ്പ് ഉള്ളത് സോളിഡാണ്. ഡിഫ്യൂഷൻ ചെയ്യാനുള്ള കഴിവ് കുറവാണ് സോളിഡ്സിന്. കൈനറ്റിക് എനർജി വളരെ കുറവാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഡിഫറൻസസ് നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കംപ്രസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പറയാൻ പറ്റുന്ന കാര്യം കംപ്രസിബിലിറ്റിയാണ്. ഗ്യാസസ് ആർ ലെസ് കംപ്രസിബിൾ ഓർ ഇൻകംപ്രസിബിൾ. Liquids are very less compared to gases, but little more better than gases. In between തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. Then gases are highly compressible. Gases highly compressible ആണ്. അപ്പോൾ ഇങ്ങനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിഫറൻസസ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ 3 ഫേസസ് ആണുള്ളത്. മാറ്റർ ക്യാൻ ഹാവ് 3 മേജർ ഫേസസ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ 3 മേജർ ഫേസസ് ആണ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അവർ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് നമ്മളൊന്ന് കമ്പയർ ചെയ്തത്.
അവിടെ ഓർത്തിരിക്കേണ്ട മേജർ ആയിട്ടുള്ള 2-3 പോയിന്റ്സ് ഉള്ളത്. ഒന്ന്, എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ക്രിസ്റ്റലൈസേഷൻ. ഈ വേർഡുകളെല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് സ്പ്രെഡിങ്, നാച്ചുറൽ സ്പ്രെഡിങ്, നാച്ചുറൽ മിക്സിംഗ് ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ലിക്വിഡ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡും സോളിഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഡിഫ്യൂഷൻ നടക്കും. നാച്ചുറൽ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് സോളിഡ് ലിക്വിഡ് ഗ്യാസസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 1.12. നമുക്ക് നോക്കാം. ഒരു ബീക്കർ എടുക്കുക, അതിൽ ഐസ് ഇടുക, ഒരു തെർമോമീറ്റർ വയ്ക്കുക, തെർമോമീറ്റർ, എന്നിട്ട് അതിനെ പതിയെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഐസ് മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. we can see that, we can observe that the ice melts. ഐസ് മെൽറ്റ് ചെയ്യും. ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കാം? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഐസ് ഫുള്ള് മെൽറ്റ് ചെയ്യുന്നത് വരെ അവിടെ 0 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുക. അപ്പോൾ ഐസ് എടുത്ത് ഒരു ബീക്കറിൽ എടുത്ത് വെച്ചിട്ട് തെർമോമീറ്റർ വെച്ചിട്ട് മെൽറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അതിനെ ഹീറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അത് മെൽറ്റ് ആകും. വെറുതെ വെച്ചിരുന്നാൽ പോലും മെൽറ്റ് ആകും. ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മെൽറ്റ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. വീണ്ടും അതേ ഐസ് മുഴുവൻ മെൽറ്റ് ചെയ്ത് വാട്ടറായി മാറിക്കഴിയുമ്പോൾ വീണ്ടും അതിനെ ഹീറ്റ് ചെയ്യുക. വീണ്ടും അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് പതിയെ ഇവാപ്പറേഷൻ നടക്കും. എന്തായിട്ട് മാറും? സോളിഡ് ആയിരുന്ന സാധനം എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. സോളിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. നമ്മളെടുത്ത സോളിഡ് എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. ഐസ് ആയിരുന്ന സാധനം എന്തായിട്ട് മാറി? വാട്ടറായിട്ട് മാറി. അതാണ് മാറ്റം സംഭവിച്ചത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മെൽറ്റിംഗ് അഥവാ ഫ്യൂഷൻ. സയൻസ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഡ് ഫ്യൂഷൻ എന്ന് പറയും. കോമൺ ടേം ആണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. തിരിച്ചുള്ള പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രീസിങ്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് മെൽറ്റിംഗ് അഥവാ ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ഫ്രീസിങ്. ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കും. Melting point is a temperature at which a solid is converted into liquid at atmospheric condition. നമ്മുടെ സാധാരണ കണ്ടീഷനിൽ അവിടുത്തെ പ്രഷറിന് പറയുന്ന പേരാണ് 1 atm പ്രഷർ എന്ന് പറയും. 1 atm നമ്മുടെ ചുറ്റുപാടുള്ള പ്രഷർ 1 atm പ്രഷർ അഥവാ 760 millimeter ഓഫ് മെർക്കുറി എന്നൊക്കെ പ്രഷർ എന്ന് പറയും. 2 രീതിയിലാണ്, യൂണിറ്റുകളാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരെണ്ണം ബാറാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്ന SI സിസ്റ്റം എന്ന് പറയും. അത് പാസ്കലാണ് പ്രഷറിന്റെ യൂണിറ്റ്. അപ്പോൾ ഈ കണ്ടീഷനിൽ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൽറ്റിംഗ് അഥവാ ഫ്യൂഷൻ. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കും. തിരിച്ച് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന, അതായത് വാട്ടർ എന്തായിട്ട് മാറുന്നു? ഐസ് ആയിട്ട് മാറുകയാണെങ്കിൽ, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിങ്. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ്. ഐസിന്റെ കേസിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്. ദെൻ അടുത്ത കേസ് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മൾ വീണ്ടും ആ കിട്ടിയ വാട്ടറിനെ നമ്മളിപ്പോൾ സോളിഡ് ലിക്വിഡ് ആക്കി മാറ്റി, ഐസിനെ ഹീറ്റ് ചെയ്ത് വാട്ടർ ആക്കി മാറ്റി. വാട്ടറിനെ നമ്മൾ തുറന്നു വെച്ചേക്കാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഇവാപ്പൊറേഷൻ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്പൊറേഷൻ എന്ന് പറയും. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി. ആ ലിക്വിഡ് എന്ത് ചെയ്തു? പതിയെ ഗ്രാജുവൽ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് തുറന്നു വെച്ചിരുന്നതിനാൽ, വെള്ളം തുറന്നു വെച്ചിരുന്നതിനാൽ അതിലെ വെള്ളത്തിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് എസ്കേപ്പ് ആയി പോകും. അത് ഗ്യാസസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ, അതായത് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്പൊറേഷൻ എന്ന് പറയും.
നമ്മളൊന്ന് പതിയെ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, സ്പീഡ് ഓഫ് ഇവാപ്പറേഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. നേരത്തെ എത്രയായിരുന്നു? ഐസ് ആയിരുന്നപ്പോൾ എത്രയായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മെൽറ്റ് ചെയ്ത് തീരുന്ന വരെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പതിയെ ഗ്രാജുവലായിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുവന്നപ്പോൾ എത്ര വരെ വരും? അത് ഇവാപ്പറേഷൻ തുടങ്ങും. നമ്മൾ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ അതിന്റെ വേപ്പേഴ്സ് വന്ന് നമുക്ക് ഫീൽ ചെയ്യും. പതിയെ ഗ്രാജുവലായിട്ട് വാട്ടറിന്റെ ലെവല് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബിക്കോസ് ഓഫ് ഇവാപ്പറേഷൻ. ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? പതിയെ അത് മുഴുവൻ വേപ്പേഴ്സ് ആയിട്ട് മാറും, ഗ്യാസ് ഉള്ള ആയിട്ട് മാറും, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും, വാട്ടർ വേപ്പർ ആയിട്ട് മാറും, വാട്ടർ വേപ്പർ ആയിട്ട് മാറും. അപ്പോ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് കൂടി വരും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കും, ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ആ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കും. ആ വാട്ടർ ഗ്രാജുവലായിട്ട് പതിയെ എന്ത് സംഭവിക്കും? ഇവാപ്പറേറ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ബോയിലിംഗ് നടക്കും, തിളയ്ക്കും എന്ന് പറയും. ബോയിലിംഗ്, ദാറ്റ് ഇസ് എ പ്രോസസ് ഹാപ്പനിങ്. അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ബോയിലിംഗ്. ആ വാട്ടർ എന്ത് സംഭവിക്കും? അപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ടെമ്പറേച്ചർ മാറാതെ നിൽക്കും. 100 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ മാറാതെ നിൽക്കും. ആ വാട്ടർ മുഴുവൻ ബോയിൽ ചെയ്ത് പോകുന്നവരെ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി. അതൊരു ഫേസ് ട്രാൻസിഷൻ ആണ്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുക ചെയ്തത്. അവർക്ക് നമ്മൾ എനർജി കൊടുക്കുക ചെയ്തത്. ഹീറ്റ് എനർജി കൊടുത്തപ്പോഴാണ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറിയത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി. ഇതൊരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്, എന്ത് ചെയ്തപ്പോഴാണ്? ഹീറ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രോസസ്സ് നടന്നത്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറിയതും ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറിയതും, അതായത് ഐസ് വാട്ടർ ആയിട്ട് മാറിയതും വാട്ടർ വേപ്പർ ആയിട്ട് മാറിയതും ഹീറ്റ് ചെയ്തപ്പോഴാണ്. അവരുടെ എനർജി കൂടുക ചെയ്തേ, എനർജി ഇൻക്രീസ്ഡ്. ഈ പ്രോസസ് നടന്നപ്പോ ഇവരെല്ലാം എനർജി ഇൻക്രീസ് ചെയ്ത്. സോളിഡിനേക്കാൾ എനർജി കൂടുതലുണ്ട് ലിക്വിഡിനേക്കാൾ എനർജി ഉണ്ട് ഗ്യാസസിന്. 1 കിലോഗ്രാം സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റിന് പറയുന്നതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. 1 കിലോഗ്രാം സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. അതേപോലെ 1 കിലോ ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ എല്ലാം ഹീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോളിഡിനെ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റി, ഐസിനെ ഹീറ്റ് ചെയ്ത് വാട്ടർ ആക്കി മാറ്റി, വാട്ടറിനെ ഹീറ്റ് ചെയ്ത് എന്താക്കി മാറ്റി? വാട്ടർ വേപ്പർ ആക്കി മാറ്റി. ഈ പ്രോസസ്സിലെല്ലാം എനർജി ഇൻക്രീസ് ചെയ്യുക ചെയ്ത്, എനർജി കിട്ടുകയാണ് ചെയ്തത്. അപ്പോ 1 കിലോഗ്രാം ഐസിനേക്കാൾ എനർജി കൂടുതലാണ് 1 കിലോഗ്രാം വാട്ടറിന് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് രണ്ടുപേരും ഇരിക്കണമെങ്കിലും 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന് ഹീറ്റ് കൊടുക്കുമ്പോഴാണ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുക. അപ്പോൾ ഇതിനേക്കാൾ ഹീറ്റ് കൂടുതലാണ് ഇതിന്. അതേപോലെ 1 കിലോഗ്രാം വാട്ടറിനേക്കാൾ ഹീറ്റ് കൂടുതലാണ് 1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിന് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 കിലോഗ്രാം വാട്ടറിനേക്കാൾ ഹീറ്റ് കൂടുതലാണ് അതിന് അതേ ടെമ്പറേച്ചറിൽ അതിൽ നിന്ന് കിട്ടുന്ന വാട്ടർ വേപ്പറിന്. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിനേക്കാളും ബോയിലിംഗ് വാട്ടറിനേക്കാളും ബേണിംഗ് കൂടുതലുള്ളത്, പൊള്ളല് കൂടുതലുണ്ടാകുന്നത് വാട്ടർ വേപ്പർ കൊണ്ടാണെങ്കിൽ. തിളയ്ക്കുന്ന വെള്ളത്തിനേക്കാൾ ബോയിലിംഗ് വാട്ടറിനേക്കാളും ബേണിംഗ് നടക്കാൻ സാധ്യത കൂടുതൽ, അതായത് തീപ്പൊള്ളലേക്കാൻ സാധ്യത കൂടുതൽ അതിന്റെ വാട്ടർ വേപ്പറിനാണ്. ബിക്കോസ് അതിന് ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അതിന്റെ വാട്ടർ വേപ്പറായിട്ട് മാറുക. ഇതിന് എനർജി കൂടുതലുണ്ട്, ലേറ്റന്റ് ഹീറ്റ് കൂടുതലുണ്ട്. എപ്പോഴും കൂള് ചെയ്യിക്കാൻ നല്ലത് ഉറപ്പായിട്ട് എന്തായിരിക്കാം? ഒരു സാധനം തണുപ്പിക്കണമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനേക്കാൾ
കൂളിംഗ് കപ്പാസിറ്റി കൂടുതൽ 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസിനാണ്. കാരണം അവിടെ ഹീറ്റ് കുറവാണ്, അതിനാണ് കൂടുതൽ കൂൾ ചെയ്യിപ്പിക്കാൻ കഴിയുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഫേസ് ട്രാൻസ്ഫോർമേഷൻ. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതെല്ലാം ഫേസ് ട്രാൻസ്ഫോർമേഷൻ. തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഇതിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ എന്ന് പറയും. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു, അതിന് പറയുന്ന പേരാണ് ഫ്രീസിങ് എന്നാ പറയുക. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് കണ്ടൻസേഷൻ, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിന് ഫ്രീസിങ്. അപ്പോ നമുക്ക് പ്രോസസ് കാണാം. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി. തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറി, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറി. ഓരോ പ്രോസസ്സിനും ഓരോ പേര് അറിയപ്പെടും. കണ്ടൻസേഷൻ, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് ഫ്രീസിങ്. ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇവിടെ എല്ലാം നമ്മൾ കുറേയധികം മെഷർമെന്റ്സ് നടത്തി. എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചറിയാം, നമ്മൾ മെഷർ ചെയ്ത ഒരു കാര്യമാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ മെഷർ ചെയ്ത ഒരു കാര്യമാണ് ടെമ്പറേച്ചർ. സാധാരണ പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. അതിന് വയ്ക്കുന്ന കുറെ യൂണിറ്റുകളുണ്ട്, ഓരോന്നിനും ഓരോ യൂണിറ്റുകളുണ്ട്. മെൽറ്റിംഗ് പോയിന്റ്, ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് സംതിങ് മെഷേഴ്സ് ഹീറ്റ്നെസ് ഓർ കോൾഡ്നെസ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹീറ്റ്നെസ് ഓർ കോൾഡ്നെസ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്നാണ് പറയുക. ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. എന്തുമാത്രം ചൂടുണ്ട്, എന്തുമാത്രം തണുപ്പുണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ. ഡിഗ്രി സെൽഷ്യസിൽ മെഷർ ചെയ്യും, അല്ലെങ്കിൽ കെൽവിനിൽ മെഷർ ചെയ്യും. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 0 + 273, ദാറ്റ് മച്ച് കെൽവിൻ. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 ആഡ് ചെയ്യണം ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ. നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 100 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കി മാറ്റണമെങ്കിൽ 100 + 273 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ എന്ന് കിട്ടും. ഇത് കറക്റ്റ് ബോയിലിംഗ് പോയിന്റ് 273.15 കെൽവിൻ എന്നൊക്കെയാണ് പറയുക. ആ 15 നമ്മൾ പൊതുവെ ഒഴിവാക്കാറാ പതിവ്. അതിനെക്കുറിച്ച് അത്രയും ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുന്നത് മാത്രം. സോ നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാൻ കഴിയുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, മറ്റൊന്നും കൂടിയുണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് കൂടിയുണ്ട്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. ഫാരൻഹീറ്റ് അത്രയും നമ്മൾ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കില്ല. നമ്മൾ പനിയൊക്കെ വരുമ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ എത്തി എന്ന് പറയും. 100 വന്നു, 101 വന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കാം. ഇറ്റ് ഈസ് നമ്മുടെ പൊതുവെയുള്ള ബോഡി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 30, നമുക്കിപ്പോൾ 40 എടുക്കാം. 38 ഒക്കെയാണ് നോർമൽ റേഞ്ച്. നമുക്കിപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കി നോക്കാം. 40 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് ആക്കി മാറ്റണമെങ്കിൽ 40 × 9/5 + 32. ഏത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും 9/5 + 32 ചെയ്ത് നോക്കുക. അപ്പൊ ഡിഗ്രി ഫാരൻഹീറ്റ് ആവും. നമുക്ക് ചെയ്ത് നോക്കാം. This is equal to 104 ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റ് ആക്കി മാറ്റണമെങ്കിൽ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32 ആഡ് ചെയ്യുക. അപ്പൊ നമുക്കതിനെ ഫാരൻഹീറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഫാരൻഹീറ്റ് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. നമ്മുടെ പനിയൊക്കെ പറയുമ്പോൾ അളക്കുമ്പോഴാണ് ഫാരൻഹീറ്റിന്റെ മെഷർമെന്റ് നടക്കുക. അപ്പൊ 3 യൂണിറ്റുകളാണ്: ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി കെൽവിൻ, ഡിഗ്രി ഇല്ല, വെറുതെ ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. പൊതുവെയുള്ള കൺവേർഷൻസ് ആണ് പറഞ്ഞത്. അപ്പൊ തിരിച്ച് കൺവേർട്ട് ചെയ്യണമെങ്കിലോ ഡിഗ്രി ഇപ്പോ 298 കെൽവിൻ ആണെങ്കിൽ അതിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? 298 - 273 ചെയ്യുക. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് കിട്ടും.
298 Kelvin is equal to 25 degrees Celsius. അപ്പോൾ കെൽവിൻ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 373 ആഡ് ചെയ്യുക. തിരിച്ച് കെൽവിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ 373 മൈനസ് ചെയ്യുക. ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കി മാറ്റണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാല്യൂ ഇൻറ്റു 9/5 പ്ലസ് എത്ര ചെയ്യുക? 32 ചെയ്യുക. അപ്പം നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. മറ്റൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് പ്രഷർ എന്ന് പറയുന്ന കാര്യം. പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്കാണ് എന്ത് പേര് പറയുക? പ്രഷർ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഇതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. ടെമ്പറേച്ചറിന്റെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SI യൂണിറ്റ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലായിടത്തും സിസ്റ്റം ഇന്റർനാഷണൽ എല്ലായിടത്തും അംഗീകരിച്ചത് കെൽവിൻ ആയിരുന്നു കേട്ടോ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആയിരുന്നു. മറ്റേ രണ്ടും സാധാരണ യൂണിറ്റുകളാണ്. ഇനി അടുത്ത പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. പാസ്കൽ, PA എന്ന് പറയും. പക്ഷെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ATM അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന യൂണിറ്റ്. പിന്നെ പറയാവുന്നത് ബാർ, പിന്നെയുള്ളതാണ് സെന്റിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഒക്കെയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. 1 ATM is equal to 1.013 bar is equal to 76 centimeter of mercury is equal to 760 centimeter of mercury. ഇതൊക്കെയാണ് പൊതുവെ പറയുക. Then 1 bar is equal to 10⁵ പാസ്കൽ ആണ്. ഇപ്പോൾ പരസ്പരം കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. വലിയ കാര്യമായിട്ടുള്ളതൊന്നും അത്യാവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പല പല യൂണിറ്റുകൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി അത് പറഞ്ഞപ്പോൾ 2-3 കാര്യങ്ങൾ. വാട്ട് അബൌട്ട് ലെങ്തിൻ്റെ യൂണിറ്റ്? ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. പൊതുവെ നമ്മളല്ലാതെ പറയുന്നത് ഗ്രാം, പൗണ്ട് ഒക്കെ പറയാറുണ്ട്, എന്നാൽ പോലും കിലോഗ്രാം ആണ് യൂണിറ്റ്. ലെങ്ത്, മാസ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് പൊതുവെ പറയുക. സെക്കൻഡ് ഉണ്ട്, പിന്നെന്താ പറയുക? മിനിറ്റ്, അവർ ഒക്കെ പറയാറുണ്ട്. Then what about density? Density എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയത്തിന് പറയുന്ന പേരാണ് എന്ത് പേര് പറയുക? ഡെൻസിറ്റി. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആകുമ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എല്ലാത്തിൻ്റെയും യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ ക്യൂബ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ലെങ്ത്, മാസ്, ടൈം. ദെൻ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ. ഇങ്ങനെ കുറേയധികം യൂണിറ്റുകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കുറേയധികം മെഷർമെന്റ്സ് നടക്കേണ്ട, അവരെല്ലാം യൂണിറ്റുകളെ കുറിച്ചിട്ടുള്ള ബോധം വേണം. വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം യൂണിറ്റുകളും പരസ്പരം ഇന്റർ കൺവേർട്ട് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അടുത്തത് ആക്ടിവിറ്റി 1.13 സബ്ലിമേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് സബ്ലിമേഷൻ നോക്കാം. സബ്ലിമേഷൻ മീൻസ് ഡയറക്റ്റ് conversion of solid to gas without changing into its liquid form. ലിക്വിഡ് ഫോമിലേക്ക് മാറാതെ ഡയറക്റ്റ് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് നോക്കാം. നമുക്കൊരു ചൈന ഡിഷ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ എടുക്കുക. അതിൽ അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NH4Cl എന്നാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫണൽ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ ടോപ്പ് ഒരു കോട്ടൺ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇതൊരു ട്രൈപോഡിൽ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഹീറ്റ് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് എടുത്ത് ഹീറ്റ് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമോണിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽസ് ഡയറക്റ്റ് ആയിട്ടും എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അത് ലിക്വിഡായിട്ട് മാറില്ല, സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറും.
അങ്ങനെ മാറുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഗ്യാസസ് ഫോം ചെയ്ത് അത് പതിയെ ഇവിടെ സൈഡിൽ പറ്റി പിടിക്കുമ്പോൾ, ചൂടാക്കിയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. വീണ്ടും ഇവിടെ സൈഡിൽ തട്ടുമ്പോൾ തണുക്കുമ്പോൾ ഈ സർഫസിലെല്ലാം പറ്റി പിടിക്കും. അതായത് സബ്ലൈം ചെയ്യും. സബ്ലൈം ചെയ്ത സാധനം എന്ത് സംഭവിക്കും, റിട്ടേൺ ആയിട്ട് സോളിഡിഫൈ ചെയ്യും. അപ്പോൾ സോളിഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറും, ആ സാധനം അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്ത് സൈഡിലെല്ലാം പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പേര് പറയുക, ഇറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ എന്ന് പറയുക. ഡയറക്റ്റ് സോളിഡായിട്ട് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രോസസ്സിനാണ് സബ്ലിമേഷൻ എന്ന് പറയുക. ഇത് നമുക്ക് ശരിക്കും അമോണിയം ക്ലോറൈഡോ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും ചേർന്ന മിക്സറാന്ന് വിചാരിക്കുക. സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും ചേർന്ന മിക്സറാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല, സബ്ലൈം ചെയ്യില്ല. അപ്പോൾ സോഡിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് മാത്രം എന്തായിട്ട് മാറും, വേപ്പേഴ്സ് ആയിട്ട് മാറും. അതിൻ്റെ സൈഡിലെല്ലാം പറ്റി പിടിച്ചിരിക്കും. ഒരിക്കലും സോഡിയം ക്ലോറൈഡ് സബ്ലൈം ചെയ്യില്ല. സോഡിയം ക്ലോറൈഡ് ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ സോളിഡ് ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ഇറ്റ്സ് ലിക്വിഡ് ഫോം. അപ്പോൾ അമോണിയം ക്ലോറൈഡ് തന്നെയോ അമോണിയം ക്ലോറൈഡും ബാക്കിയുള്ളതും ചേർന്നിട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡിൻ്റെ കപ്പാസിറ്റിയാണ് ഇത് സബ്ലൈം ചെയ്യുക. അങ്ങനെ മാത്രമല്ല, അമോണിയം ക്ലോറൈഡ് മാത്രമല്ല, അയോഡിൻ, നാഫ്തലീൻ, കാംഫർ, കാംഫർ, അമോണിയം ക്ലോറൈഡ്, ദെൻ ബെൻസോയിക് ആസിഡ് പോലുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ എന്ത് ചെയ്യും, സബ്ലൈം ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, നമ്മളൊരു ചൈന ഡിഷ് എടുത്തു, അതിലേക്കൊരു ഫണൽ നമ്മൾ കമത്തി വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോട്ടൺ വെച്ചാൽ അടച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, ഇവൻ്റെ വേപ്പേഴ്സ് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്തപ്പോൾ അമോണിയം ക്ലോറൈഡ് പോലുള്ള സബ്ലൈമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എപ്പോഴും ഡയറക്റ്റ് അതിൻ്റെ വേപ്പേഴ്സ് ആയിട്ട് മാറും, സബ്ലൈം ചെയ്യും. സബ്ലൈം ചെയ്ത സാധനം ഇതിൻ്റെ സൈഡിലെല്ലാം പറ്റി പിടിക്കും. പറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യും, കൂളായിട്ടുള്ള സർഫസ്, ഇവിടെ ഹോട്ടായിട്ടുള്ള സർഫസാണ്, ഇവിടെ കൂളായിട്ടുള്ള സർഫസ് ആകുമ്പോൾ ഇതിൽ എന്ത് ചെയ്യും, പറ്റി പിടിച്ച് കഴിയുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പോൾ ചില സബ്സ്റ്റൻസിന് അങ്ങനെ സബ്ലൈം ചെയ്യാൻ പറ്റും. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിന് പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസിനും ഈ കപ്പാസിറ്റി ഉണ്ട്, സബ്ലൈം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾക്ക് സബ്ലിമേഷൻ എന്ന് പറഞ്ഞ കഴിവുണ്ട്. അടുത്ത്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഫേസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഫേസ് ട്രാൻസിഷൻ? നമ്മൾ പറഞ്ഞു, ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറും. അവരുടെ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. ലിക്വിഡ് എന്തായിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, എന്തായിട്ട് മാറും, ഗ്യാസ് കൂൾ ചെയ്യുമ്പോൾ. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുക, ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂൾ ചെയ്യുക. അപ്പോൾ ഗ്യാസ് എന്തായിട്ട് മാറും, ഗ്യാസ് ലിക്വിഡായിട്ട് മാറും. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ലിക്വിഡ് എന്തായിട്ട് മാറും, വീണ്ടും സോളിഡ് ആയിട്ട് മാറും. അതേപോലെ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്രഷറിന്റെ എഫക്റ്റ് എന്താണ്? നമ്മളിപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. പ്രഷർ കൂട്ടുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും, പാർട്ടിക്കിൾസ് തമ്മിൽ അടുക്കും. ആസ് എ പ്രഷർ ഇൻക്രീസസ് പാർട്ടിക്കിൾ ബിക്കം ക്ലോസർ. അപ്പോൾ ഗ്യാസ് എന്തായിട്ട് മാറും, ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറും. വീണ്ടും പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിക്വിഡിനെ നമുക്ക് വേണമെങ്കിൽ സോളിഡ് ആക്കി മാറ്റാം. എല്ലാ സാധനമൊന്നും അങ്ങനെ പറ്റില്ല, കാരണം അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടെൻഡൻസി, അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. എന്നാൽ പോലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ആസ് എ പ്രഷർ ഇൻക്രീസസ് ഗ്യാസ് ബിക്കം ലിക്വിഡ് ബിക്കം എന്തായിരിക്കാം, സോളിഡ്. ഈ ഗ്യാസ് പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് ലിക്വിഫാക്ഷൻ അഥവാ ലിക്വിയേഷൻ എന്ന് പറയും. ലിക്വിഫാക്ഷൻ എന്നാണ് പറയുക. ലിക്വിയേഷൻ എന്ന് പറയും. ലിക്വിഡ് ആക്കി മാറ്റും പ്രഷർ അപ്ലൈ ചെയ്ത്. ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റുന്നതിന് ലിക്വിയേഷൻ അഥവാ ലിക്വിഫാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ തിരിച്ച് പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ, പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, ഗ്യാസ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സോളിഡിനെ എന്താക്കി മാറ്റാൻ പറ്റും, പതിയെ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. ലിക്വിഡിനെ പതിയെ ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റും. എല്ലായിടത്തൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചറിനും പ്രഷറിനും എന്ത് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത പ്രോസസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ. എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ്
എടുത്തു വെച്ചാൽ അത് അതിന്റെ വേപ്പേഴ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് പേര് പറയാ? ഇവാപ്പറേഷൻ. ഒരു ലിക്വിഡിനെ വേപ്പേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ എന്ന് പറയും. ദ പ്രോസസ് ഓഫ് കൺവേർഷിംഗ് എ ലിക്വിഡ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ. അത് ഗ്രാജുവൽ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിന് എന്താ പേര് പറയാ? ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇവാപ്പറേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഫസ്റ്റ് വൺ ഹ്യൂമിഡിറ്റി ആണ്. ഇവാപ്പറേഷൻ അഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി ആണ്. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹ്യൂമിഡിറ്റി ഈസ് എ വേപ്പർ കണ്ടന്റ്, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് ആണ് ഇൻ ദ എയർ. എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിന്റെ ആ പെർസെന്റേജിന് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. Humidity is a amount, it is a relative amount, it is a content of water vapor in the air. നമ്മുടെ ചുറ്റുപാടുള്ള എയറിൽ വാട്ടർ വേപ്പർ ഉണ്ട്. ആ വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് കൂടുന്തോറും ഹ്യൂമിഡിറ്റി കൂടി എന്ന് പറയാൻ പറ്റും. വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് കുറഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞു എന്ന് പറയാൻ പറ്റും. നമ്മുടെ സീഷോർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കാണും? അവിടെ കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റും. കൂടുതൽ പ്ലാന്റ്സ് ഉള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെ അല്ലാത്ത ഏരിയയിൽ ഹ്യൂമിഡിറ്റി കുറവാന്ന് പറയാൻ പറ്റും. വാട്ടർ കണ്ടന്റ് ആണ്. ഹ്യൂമിഡിറ്റി ഈസ് എ റിലേറ്റീവ് വാട്ടർ കണ്ടന്റ് ഇൻ ദ എയർ. എയറിലെ റിലേറ്റീവ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ് എന്ത് പേര് പറയാ? ഹ്യൂമിഡിറ്റി. ആസ് എ വാട്ടർ കണ്ടന്റ് ഇൻക്രീസസ്, ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്. ആസ് എ വാട്ടർ കണ്ടന്റ് ഡിക്രീസസ്, ഹ്യൂമിഡിറ്റി ഡിക്രീസസ്. അപ്പോ ശ്രദ്ധിച്ചു നോക്കുക, ഇവാപ്പറേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡ് എന്തായിട്ട് മാറുക? വേപ്പറായിട്ട് മാറുകയാണ്. ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നതിനാണ് എന്ത് പേര് പറയുക? ഇറ്റ് ഈസ് കോൾഡ് എന്തായിരിക്കും? ഇവാപ്പറേഷൻ എന്ന് പറയാം. ഇവിടെ ഓൾറെഡി വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ, അതായത് വേപ്പർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്ത് ഇവാപ്പറേഷൻ നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കുറയും തോറും ഇവാപ്പറേഷൻ എന്ത് സംഭവിക്കും? കൂടും. ആസ് എ ഹ്യൂമിഡിറ്റി ഡിക്രീസസ്, ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എയറിലുള്ള വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യാം? വേപ്പർ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്ത് ഇവാപ്പറേഷൻ കുറവായിരിക്കും. ഹ്യൂമിഡിറ്റിയും ഇവാപ്പറേഷൻ തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയാണ്. ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്ത് ഇവാപ്പറേഷൻ കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലത്ത് ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. അടുത്ത ഫാക്ടർ വിൻഡ്. വിൻഡ് ഉണ്ടെങ്കിൽ കാറ്റ് കൂടുതൽ അടിച്ചാൽ എന്ത് സംഭവിക്കും? കൂടുതൽ അവിടെ നിന്നുള്ള വേപ്പേഴ്സിനെ മുഴുവൻ ദൂരേക്ക് കൊണ്ടുപോകും. അപ്പൊ കൂടുതൽ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നതിനാൽ സ്വാഭാവികമായിട്ടും ഇവാപ്പറേഷൻ കൂടി വരും. ആസ് എ വിൻഡ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ്. ഇവാപ്പറേഷന്റെ റേറ്റ് കൂടുക ചെയ്യുക. കാരണം വിൻഡ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയുള്ള വാട്ടർ വേപ്പേഴ്സ് മുഴുവൻ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോകും. അപ്പൊ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ടെൻഡൻസി ഉണ്ട് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ളത്. ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ്. കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും. ഇവാപ്പറേഷൻ റേറ്റ് കൂടും. അടുത്ത സർഫസ് ഏരിയ, അതായത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കണോ, ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെക്കണോ? സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ചെറിയ പാത്രത്തില് സർഫസ് ഏരിയ കുറവാണ്. അപ്പൊ മോളിക്യൂൾസ് എയറിലേക്ക്, സറൗണ്ടിങ്ങിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് കുറവാണ്. ഇതാകുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. ഇവാപ്പറേഷൻ എപ്പോഴും കൂളിങ്ങിലേക്ക് ലീഡ് ചെയ്യും. ഇവാപ്പറേഷൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ കൈയുടെ സർഫസിൽ നമുക്കിപ്പോ ഈ നെയിൽ പോളിഷ് ഒക്കെ ഇടും. നെയിൽ പോളിഷ് ഇടുമ്പോൾ എൻ്റെ അകത്ത് അസറ്റോണൊക്കെ ഉണ്ട്. നെയിൽ പോളിഷ് ഇടുമ്പോൾ നമുക്ക് നല്ല കൂളിംഗ് ഫീൽ ചെയ്യും. കാരണം ആ നെയിൽ പോളിഷിനുള്ള പല വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണന്റ്, അസറ്റോൺ പോലുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അതിന്റെ വേപ്പേഴ്സ് ആയിട്ട് മാറും. അപ്പൊ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് കുറയും, എന്നാൽ ചൂട് കുറയും, തണുപ്പായിട്ട് മാറും. സോ ഇവാപ്പറേഷൻ ഓൾവേസ് ലീഡ് ടു എന്താണ്? കൂളിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒന്നുകൂടി പറയാം. എന്താണ് ഇവാപ്പറേഷൻ? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നത്. അതിന് പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് ഇവാപ്പറേഷൻ ആണ്. അപ്പോൾ അതിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഹ്യൂമിഡിറ്റി ഈസ് എ കണ്ടന്റ്, വാട്ടർ വേപ്പർ കണ്ടന്റ് ഇൻ ദ എയർ. എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. കൂടുന്തോറും എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ നടക്കാനുള്ള ടെൻഡൻസി കുറയും.
കാരണം ഹ്യൂമിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമിഡിറ്റി കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാട്ടർ വേപ്പർ ഓൾറെഡി ഉണ്ട്, വേപ്പേഴ്സ് കൂടുതലാണ്, വേപ്പേഴ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് വീണ്ടും വേപ്പേഴ്സ് ഉണ്ടാകാനുള്ള ടെൻഡൻസി റിലേറ്റീവ്ലി കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു തിരക്കുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും, തിരക്ക് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും കൂടുതൽ പോകാൻ സാധ്യത. അതേപോലെയാണ് കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ കൂടുതൽ വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്ത് നമ്മുടെ സ്വെറ്റിങ് വല്ലാണ്ട് കൂടും, ഹീറ്റ് കണ്ടന്റ്. അപ്പോൾ സ്വെറ്റിങ് നടക്കും, പക്ഷെ ആ സ്വെറ്റ് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി റിലേറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചൂട് കൂടുതൽ ഫീൽ ചെയ്യും. കുറേ കാരണങ്ങൾ കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത വിൻഡ്, നല്ല കാറ്റടിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇവാപ്പറേഷൻ കൂടും. കാറ്റുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കൂടുതലായിട്ടും അതെന്ത് ചെയ്യും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാരണം അതിലെ വാട്ടർ കണ്ടന്റ് വാട്ടർ വേപ്പറായിട്ട് പോവും. ഒരു തുണി കാറ്റുള്ള സ്ഥലത്ത് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അടുത്തത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവാപ്പറേഷന്റെ റേറ്റ് കൂടും. ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവാപ്പറേഷന്റെ റേറ്റ് കൂടും. കാരണം ടെമ്പറേച്ചർ കൂടും തോറും അവർക്ക് കൈനറ്റിക് എനർജി കൂടും, അവർക്ക് എസ്കേപ്പ് ആവാനുള്ള ടെൻഡൻസി കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹീറ്റ് എനർജി കിട്ടും, അപ്പോൾ എസ്കേപ്പ് ആകാൻ പറ്റും. എങ്ങനെ ചിന്തിച്ചാലും ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇവാപ്പറേഷന്റെ റേറ്റ് ഇൻക്രീസസ്. ദെൻ ആസ് എ സർഫസ് ഏരിയ ഇൻക്രീസസ്, സർഫസ് ഏരിയ കൂടുതലാകുമ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് കിടക്കണ വെള്ളമാണോ ഒരു പരന്ന സ്ഥലത്ത് കിടക്കണ വെള്ളമാണോ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. പരന്ന് കിടക്കുന്ന സ്ഥലത്ത് കൂടുതൽ സർഫസ് ഏരിയ ഉണ്ട്, കൂടുതൽ മോളിക്യൂൾ സർഫസിലേക്ക് എക്സ്പോസ് ആവും, അപ്പൊ കൂടുതൽ എസ്കേപ്പ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് നിർത്താം. ഒന്ന്, മാറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് സംതിങ് റിക്വയർസ് സ്പേസ് ടു ഓക്കുപ്പൈ ആൻഡ് ഹാസ് സം ഡെഫിനിറ്റ് മാസ്. സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതും ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉള്ളതും ആൾക്കാരെ വിളിക്കുന്ന പേരാണ്, ഇത് പേര് വിളിക്കുക, ഇറ്റ് ഈസ് കോൾഡ് എ മാറ്റർ. മാറ്ററിനെ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്ത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇവരുടെ എല്ലാം പ്രോപ്പർട്ടി നമ്മൾ കമ്പയർ ചെയ്തു. സോളിഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ മേജർ ആയിട്ടുള്ള 2 വേർഡിങ്സ് ആണ്, 2-3 വേർഡിങ്സ് ആണ്. ഒന്ന് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കണ്ടു. പിന്നെന്താ കണ്ടത്, ഇറ്റ് ഈസ് സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ. പിന്നെ കണ്ട മറ്റൊരു ടൈമാണ് ഡിഫ്യൂഷൻ എന്നിങ്ങനെ കുറേ അധികം ടൈം കണ്ടു. എന്താണ് ഇവാപ്പറേഷൻ, എന്താണ് സബ്ലിമേഷൻ, എന്താണ് ഫ്യൂഷൻ. നമ്മൾ കണ്ട മറ്റൊരു വേർഡാണ് ഫ്യൂഷൻ അഥവാ മെൽറ്റിംഗ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാം, ഫ്യൂഷൻ, മെൽറ്റിംഗ് എന്ന് പറയുന്ന ടൈം കണ്ടു. ഇങ്ങനെ കുറേ അധികം നമ്മൾ ടൈമുകൾ കണ്ടു. പിന്നെ നമ്മൾ എന്തൊക്കെയായിരിക്കും, ടെമ്പറേച്ചർ കണ്ടു, പ്രഷർ എന്താണെന്നറിഞ്ഞു, ഫോഴ്സ് എന്താണെന്നറിഞ്ഞു. ഇങ്ങനെയുള്ള കുറേ ടൈംസും അതിൻ്റെ യൂണിറ്റ്സും നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് സബ്ലിമേഷന് ഒരു പ്രോസസ്സ് കണ്ടു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, അവസാനമായിട്ട് നമ്മൾ കണ്ടത് എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ ഏരിയയും കൂടി കണ്ടു. ഇത്രയാണ് ശരിക്കും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയ. നമ്മൾ മേജറായിട്ടും കണ്ട ഏരിയാസ് ഇതൊക്കെയാണ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ള തിയറീസ്. നമുക്ക് നന്നായിട്ട് ഇത്രയും തിയറിയൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക, തിയറിയുടെ നോട്ട് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാകും, അപ്പോൾ നമുക്കത് വീണ്ടും ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വഴികളുണ്ട്. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ നോക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓൾ ദ ബെസ്റ്റ്.